ഹായ്. കുറെ ആൾക്കാർ എൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുതിമോളെ വാടക വീട്ടിലോട്ട് മാറുമ്പോഴത്തേക്കും ഞങ്ങളെ വീഡിയോ ഒക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ശരിക്കും ഹോം ടൂർ, നമ്മൾ ഹോം ടൂറാണ് ഇന്ന് ചെയ്യുന്നത്. വക്കാമോ ഇത് അടുക്കളവശമാണ് ഇത്. അതൊന്നും കാണിക്കുന്നില്ല. നമുക്ക് വാതക്കേന്ന് തുടങ്ങാം. അപ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറയരുത്. സുതിമോടെ ഞങ്ങൾ പറഞ്ഞതല്ലേ, റെസ്റ്റ് എടുത്ത് കിടക്കണമെന്ന് പറഞ്ഞതല്ലേ, കട്ടിലേക്ക് കിടക്കണമെന്ന് പറഞ്ഞതല്ലേ, എന്തിനാണ് ഇങ്ങനെ ഓടി നടക്കുന്നത്, ഇനി ഡിസ്കിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ എന്നാ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ കാണിച്ചു തരണം എന്നൊരാഗ്രഹം. അപ്പോൾ ഞാൻ പയ്യെ മയത്തിലൊക്കെ നടന്ന് കയറി കാണിക്കാം കേട്ടോ. ഇതാണ് വാതിൽ. നമ്മൾ വന്നതേ ഉള്ളൂ. വന്നതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ക്ലീൻ ആക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ. ഇന്ന് നാത്തൂരും ഞങ്ങളെ കൊണ്ട് എല്ലാവരും ഉണ്ട്. നാത്തൂൻ്റെ എൻ്റെ രക്ഷയുടെ അപ്പച്ചൻ്റെ മകളുടെ മക്കളെല്ലാം വന്നിട്ടുണ്ട്. അവരെല്ലാവരും നിൽക്കുന്നത്. കൈയില്ലാത്തവരാണേലും എടാ ഒരു ഹായ് കൊടുക്കടാ, ഇങ്ങോട്ട് നോക്കി ഹായ് കൊടുക്ക്. കൈ ഒന്നും ഇല്ലെങ്കിലും പുള്ളി ആ കൈ വെച്ചൊരു മിരിമിരിന്നും നടന്നുകൊണ്ട് ഇത് ചെയ്യാനുള്ള തത്രപ്പണം. ഞാൻ പറഞ്ഞാടാ എന്നെപ്പോലെ തന്നെ നീ രോഗി, അവള് റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കൂല. ആ കൈ വെച്ചത് എല്ലാം ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ പെരക്കാത്തത് കയറാം. ഇതാണ് വാതിൽ, ഇതാണ് കേട്ടോ. വഴക്ക് പറയല്ല കേട്ടോ ആരും. നിങ്ങളെ കാണിക്കാനുള്ള സ്ഥലം ഞാൻ തന്നെ കാണിക്കുന്നത് അത്ര ഞാൻ കാണിച്ചില്ല, ശരിയാകുമ്പോൾ എനിക്ക് തോന്നി. ഇതാണ് കരുവ അതിന്റെ വീടാണ് കേട്ടോ. ഇത് കണ്ടോ സ്റ്റൈല് സ്റ്റൈലിട്ട് വരാം. ഇതാണ് കുഞ്ഞൻ്റെ വലിയ മുറിയാണ് കേട്ടോ. ഇതൊരു മുറിയാണ്, കുഞ്ഞൻ്റെ വലിയ മുറിയാണ്. അതെ ഇത് ഇവിടെ കത്തിലൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരുടെ കത്തിലിട്ട മുറിയൊക്കെ ഭയങ്കര കോമഡിയാണ് കേട്ടോ. അങ്ങനെയുണ്ട്. അത് അപ്പുറത്തെ വീട്ടിലെ വീടൊക്കെ ഉണ്ട്, തൊട്ടോട്ടൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇത് കുഞ്ഞിൻ്റെ നല്ല മുറിയാണ്, തൊട്ടൊക്കെയാണ്. എന്നാ ഉണ്ടോ ബെഡ്, കൊച്ചുങ്ങളെ മുറിയാണ്, കുഞ്ഞുങ്ങളുടെ ഫാന് എല്ലാം ഉണ്ട്, സെറ്റാണ് ഇവിടെ. പിന്നെ ഇതാണ് പിന്നെ നമ്മളുടെ ബെഡ്റൂം. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇത് എൻ്റെ ആദരവ് കിട്ടിയ സാധനമൊക്കെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തു. ഇതുണ്ടോ പെയിന്റ് അടിച്ച വീട്. അയ്യോ ഒരു രക്ഷയില്ലാണ് പെയിന്റ് അടിച്ച വീട്. പിന്നെ നമ്മളെ ഫാനൊക്കെ ഉണ്ട്, ഫാനുണ്ട്, ലൈറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇരുട്ടിലാക്കി കളഞ്ഞു മനുഷ്യൻ. അത് എന്നതേ കാണിച്ചത്. ഓക്കെ. ഫാനൊക്കെ ഉണ്ട്, സീലിംഗ് ഒക്കെ കണ്ടോ. സത്യം പറഞ്ഞാൽ രാജ പ്രൗഢി കിടക്കുമ്പോഴാണ് തളർന്ന് കിടന്നത്. രാജ പ്രൗഢി കിടക്കുകയാണ് ഞാനിവിടെ. പിന്നെ കർട്ടൻ, എനിക്ക് ഇന്നലെ കർട്ടനൊക്കെ ഫിറ്റ് ചെയ്ത് തന്നു. ഇവിടെ ചില്ലാണ് നമ്മുടെ ജനൽ. അപ്പോൾ പെമ്പിളാരൊക്കെ ഉള്ള അല്ലേന്നും പറഞ്ഞ് എൻ്റെ ലിജേഷ് ഭയങ്കര ബഹളമായിരുന്നു. കൈ വരാത്തവല്ല, അവന് വലിയ ലിജേഷ്, അവൻ ഭയങ്കര ബഹളമായിരുന്നു. അമ്മ ഇത് വേണം, ഇതിൻ്റെ പറ്റത്തില്ലെന്നും പറഞ്ഞിട്ട് അവൻ്റെ നിർബന്ധത്തിന് ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്, കട്ടില്. ഞാൻ സത്യം പറഞ്ഞാൽ ഏതാണ്ട് സ്വർഗലോകത്താണ് ഇപ്പം ജീവിക്കുന്നത്. ഭയങ്കര സെറ്റപ്പാണ്. പിന്നെ എൻ്റെ പ്ലേ ബട്ടൺ വന്നിട്ട് ഞാനത് അലമാരിലെടുത്ത് ന്യൂസ് പേപ്പർ പോയി അലമാരി വെച്ചേക്കായിരുന്നു. ഇപ്പം അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഇതുണ്ടോ നമ്മുടെ സ്വന്തം പ്ലേ ബട്ടൺ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എൻ്റെ സ്വന്തം സാധനമാണ്. എൻ്റെ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുള്ളതാണ്. ഇരിക്കുന്ന ഭിത്തിയിലൊക്കെ വെച്ചു. അടുത്തോടെ കാണിക്കുന്നത് 100 സബ്സ്ക്രൈബേഴ്സ് സുതിമോൾ MC. അയ്യോ എൻ്റെ അമ്മോ, കണ്ട ഇതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് കിട്ടിയ സാധനമാണ് കേട്ടോ. ഇനിയും ഉണ്ടാകണം. നമുക്ക് ഇനി ഗോൾഡൻ പ്ലേ ബട്ടണൊക്കെ ഉണ്ട്, അതിലോട്ടൊക്കെ നമ്മൾ എത്തിച്ചു തരിക. അത്രയൊക്കെ ഉള്ളത്. ഇതിൻ്റെ ആങ്ങളുടെ മകളാണ്, മൂത്ത ആളാണ്. ഏതായാലും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇതിൻ്റെ മൂത്ത മകളാണ്. അതേ സുണ്ടപ്പനോട് ഭയങ്കര പ്രായമാണ്. മിഠായി തീറ്റയാണ്, മിഠായി തീറ്റ ഭയങ്കര മേളാണ് കേട്ടോ. കിടന്നത് അലമ്പിയാണ് ഇവിടെ കിടന്നുണ്ട്. കേട്ടോ സുണ്ടപ്പ ഹായ് വെക്ക്, ഹായ്. ഭയങ്കര അഹങ്കാരത്തിലുള്ള ഹായ് കേട്ടോ തന്നത്. പിന്നെ ഇത് എൻ്റെ ആങ്ങളുടെ ഇളയ കൊച്ചാണ്, അവരങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇത് നാണം കൊണ്ട് ഓരോരുത്തർ കഥ അടച്ചിട്ടിരിക്കുന്നത്. എന്റെ അപ്പച്ചിയുടെ മൂത്ത മാനാണ് കേട്ടോ. ഭയങ്കര നാണമാണ് പുള്ളിക്ക്. ദേശക്കാരുടെ അപ്പച്ചിയുടെ മകളുടെ മാനാണ്. പിന്നെ 3 ആൺമക്കളാണ്. അതിൽ 2 ഇവിടെ ഉണ്ട്, ഒരെണ്ണം ഫയർഫോഴ്സ് ആണ്, ജോലിയുണ്ട്. അപ്പൊ അങ്ങനെ പോയേക്കുന്ന നാണം കൊണ്ട് അങ്ങനൊന്നുമില്ല കേട്ടോ, ജോലിയുണ്ട്. അപ്പം നമ്മളിവിടെ ഷിഫ്റ്റ് ആയി ചെയ്യുന്നതുകൊണ്ട് സാധനമൊക്കെ ചെയ്യാനും ഫിറ്റ് ചെയ്യാനൊക്കെയാണ് വന്നേക്കുന്നതാണ്. പിന്നെ എനിക്ക് എൻ്റെ ആളെ എല്ലാവരും പറഞ്ഞല്ലേ നേരെ പറഞ്ഞത്. എനിക്കെന്ത് ഓരോ ഇതുണ്ടല്ലേ, പെരതടയാണ്, പെരതട ഭയങ്കര ഇന്ന് പോവുകയാണ്. അവര് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച്. അപ്പൊ ഇന്ന് പോവുകയാണ്, ചെറുതായിട്ട് നടക്കുവാണ് കേട്ടോ.
പിന്നെ വേറൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സാധനമാണ്. ഞാൻ ചെയ്തില്ല അതിൽ, ഇവരൊക്കെയാണ് ചെയ്തത്. എങ്കിലും ഞാൻ ഒരിക്കലും ഓർത്തില്ല എനിക്ക് ഇങ്ങനെ ഒരു സാധനം എൻ്റെ വീട്ടിൽ എൻ്റേതായിട്ടൊന്നും വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. വേറെ ഒന്നുമല്ല, എഴുതുണ്ടോ വാഷിംഗ് മെഷീൻ. ഇതേ അത് എന്നാന്ന് വെച്ചാൽ ഈ വാഷിംഗ് മെഷീൻ കിട്ടാനൊരു കാരണമുണ്ട്. 20 ദിവസം 1 മാസം ഞാൻ ഒന്നും ചെയ്യരുത്, കിടപ്പിൽ കിടക്കണം, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് ഒത്തിരി 2-3 പേരെന്നെ വിളിച്ച് ചോദിച്ച്, സുധി അപ്പം എന്നാ ചെയ്യും, തുണിയൊക്കെ അലക്കണം, സുധിക്ക് ഇങ്ങനെ കുനിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അപ്പം മോൾ എന്നാ ചെയ്യോടാന്നൊക്കെ എന്നോട് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ സാരമില്ല, ഇവിടെ അലക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെയും പിള്ളേരുടെ തുണി അലക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, സുണ്ടപ്പ എൻ്റെ ദേഷ്യപ്പെടുന്നത്. ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ്, സുധി മോളുടെ എല്ലാ തുണികളും ഭർത്താവാണെങ്കിലും അവനെ കൊണ്ട് അലക്കിക്കുന്ന തുണിയാണ്, ഒരു കാര്യം ചെയ്യും, ഞാൻ വാഷിംഗ് മെഷീൻ മേടിക്കാനുള്ള പൈസ അയച്ചു തരാം, ഞാൻ പേരൊന്നും വെളിപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്കങ്ങനെ അവരെപ്പറ്റി പറയാതിരിക്കും ഒരു വിഷമം പോലെ. അപ്പോൾ ഒരാൾ എന്നോട് തീർത്ത് പറഞ്ഞു വെളിപ്പെടുത്തരുതെന്ന്. ആ ആള് തിരുവനന്തപുരംകാരിയാണ്, ഒരു മെഡിക്കൽ കോളേജ് നേഴ്സാണെന്ന് മാത്രം, നമുക്ക് പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പേര് പറഞ്ഞില്ല. പിന്നെ ഒരാൾ ലൂസി ചെറിയാന്ന് പറഞ്ഞ് യുക്കയിലുള്ളതാണ്. ഇവർ 2 പേരോടും കൂടി നമുക്ക് പൈസ അയച്ചു തന്നു വാഷിംഗ് മെഷീൻ വാങ്ങാൻ. അങ്ങനെയാണ് ഇത് നമ്മുടെ ഒരു സാധനം മേടിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അലക്കാതെ എനിക്ക് അറിഞ്ഞുകൂടാ, എന്താ സെറ്റപ്പ് സാധനമാണ്. ഇതിന് കുറച്ച് തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഏതോ മായാ ലോകത്ത് ജീവിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. കാരണം ഞാൻ ഓരോ ഫ്ലാറ്റിലൊക്കെ അവിടെ മനോരമ പരിപാടി സമയത്ത് പോയ സമയത്ത് അവിടെ ചെന്ന് ഞാനൊരു റൂമിൽ താമസിച്ചിട്ട് ബഹളം ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൈകോട്ട് കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ടെൻഷനില്ല. ആ തന്നെയല്ല, നമ്മുടെ ഷെഡിൽ അടിയിൽ നിന്ന് കാറ്റ് കൊള്ളാനായിരുന്നു എൻ്റെ യോഗം. പക്ഷെ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുമ്പോഴത്തേക്കും കാറ്റ് കൊള്ളാൻ മുകളിലൊരു ഫാൻ ഇട്ട് തന്നിട്ടുണ്ട് അവർ. പാടകൂട്ടിൽ ഫാൻ നിൽക്കണം. അടുക്കളയിലാണ് കൈസ്, ഇത് മുറിയിലൊന്നും അല്ല, അടുക്കളയിൽ. നമ്മുടെ മുറിയിൽ പോലും ഒരു ഫാനം ഉണ്ടായിരുന്നു, 2 മുറിക്കും കൂടെ ഒരു ഫാനം ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് അടുക്കള വരെ ഞാൻ ഫാനിൻ്റെ കാറ്റ് കൊണ്ടാണ്. പിന്നെ വേറെ സാധനം കണ്ടോ, ഞങ്ങളൊക്കെ ഇത് കണ്ടോ, ഞങ്ങളൊക്കെ വരമ്പേ പോയിന്ന് ബ്രഷ് എടുത്ത് തേച്ചുണ്ടാക്കുന്ന സാധനം ഇപ്പൊ റൂമില് വിലക്കകത്ത് ഇതുകൊണ്ട് കഴുകിട്ടുണ്ട്. കഴുകാൻ മുഖമൊക്കെ ഭയങ്കര അഹങ്കാരമാകും എനിക്കിപ്പോ. മുഖമൊക്കെ ഉള്ളത് ഭയങ്കര കഴുക്കാണ്, ഭയങ്കര രസമാണ്. പിന്നെ സഹിക്കാൻ പറ്റാത്ത സാധനം എന്താന്ന് ചോദിച്ചാൽ കാണിച്ചേക്കാം. നമ്മുടെ ബാത്റൂം എനിക്ക് എന്നാ ഇഷ്ടപ്പെട്ടെന്നറിയാമോ? ഇത് നമ്മുടെ ബാത്റൂം. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഇത് കണ്ടോ, ഈ സാധനത്തിലൊക്കെ ഞാൻ അങ്ങനെ യൂറോപ്യൻ ക്ലോസറ്റ് ഫുൾ സെറ്റപ്പുള്ള ഒരു ബാത്റൂമാണ് കേട്ടോ. എനിക്ക് ഷവറിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരും. ഷവറിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയാം. കാരണം സുണ്ടപ്പൻ ഇതൊന്നും കണ്ടിട്ടില്ല, ഞങ്ങൾ ആരും ഇതിൽ കുളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഷവറിൽ കുളിക്കുന്നത്. സുണ്ടപ്പൻ ആദ്യം കൊണ്ട് സുണ്ടപ്പനെ കുളിപ്പിക്കാൻ അവൾ നിർത്തുമ്പോൾ കാലും പറിച്ച് ഓടി അവള്. ഓടി വെച്ച് ഭയങ്കര സീനായിരുന്നു. അയ്യോ പേടിയാണെന്ന് പറഞ്ഞ് ഓടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സുണ്ടപ്പൻ ഇവിടെ കിടന്നുകൊണ്ട് ഇപ്പൊ ഡെയിലി ഓരോ മണിക്കൂർ അറിവിട്ട് എനിക്ക് കുളിക്കണം എന്ന് പറഞ്ഞ് ഈ ബാത്റൂമിൽ വന്നത് ഭയങ്കര കുളിയാണ്. ആ കുളിയുടെ വീഡിയോ നമുക്ക് കൊച്ചുങ്ങളെ കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഡ്രസ്സൊന്നും ഇല്ലാതിരിക്കുന്നത് ഇടാൻ പറ്റില്ലെന്ന് അറിയാത്തതാണ് ഇല്ലാത്തത്. അതിട്ടാൽ ഭയങ്കര സാധനമാണ്, ഭയങ്കര തുള്ളിച്ചാട്ടം ഡാൻസും മറിയലുമാണ് സുണ്ടപ്പൻ കിടന്നുണ്ട്. ഒരു നേരം പോലും കുളിക്കാനൊക്കെ ആൾക്കാരൊക്കെ ഷവർ കണ്ടപ്പോൾ ഡെയിലി കുളിയാണ്. എനിക്ക് നടന്ന് പറയാനായിട്ട് സാധിച്ചു ദൈവമേ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എൻ്റെ ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ടാണ്. പിന്നെ എല്ലാം സെറ്റായപ്പോൾ വരുന്നതേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ അടുപ്പിൻ്റെ വശമൊക്കെ. പിന്നെ നാത്തും ഭയങ്കര പാത്രങ്ങളൊക്കെയാണ്. അതിപ്പോൾ പോകാനുള്ള പരിപാടിക്ക് തത്രപ്പാലെല്ലാം ചേർത്ത് പോകാനുള്ള പരിപാടിയാണ്. ഇത് കണ്ടോ, പാത്രം കഴുകുന്ന സാധനം ഞങ്ങളുടെ വീട്ടിൽ. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഞാൻ പാത്രം കഴുകുന്ന സ്ഥലമൊക്കെ നമ്മുടെ ഷെഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇരുന്നിരുന്നൊരു തെങ്ങ് അങ്ങ് വളഞ്ഞു പോയി. അങ്ങനെ മുറ്റത്ത് നിന്ന് പാത്രം കഴുകി ഓരോ ബേസിൽ കൊണ്ട് വെക്കണം. ഞാനിത് ഇതിനെന്നാട്ടെ പറയുന്നത് കിച്ചൺ പാത്രം. ഇതിലാണ് കഴുകി ഇവിടുന്ന് കഴുകുന്നു ഇങ്ങോട്ട് വെക്കുന്നത്. എല്ലാ സുഖം. പിന്നെ ഇപ്പം ഞാനൊരു ആഗ്രഹിക്കുന്നത്, ഞാനിങ്ങനെ വീണ് പോയത് കൊണ്ടായിരിക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വാടകയിലൂടെ മാറാൻ തോന്നിയത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇപ്പോഴും ആ ഷെഡിൽ തന്നെ കിടക്കുമായിരുന്നു, അങ്ങനെ കിടക്കുമായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇതായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത്. കാരണം ചിലപ്പോൾ ഞാനിങ്ങനെ വീണ് പോയതും നമ്മൾ വീട് മാറാനുള്ള ഒരു ഇതായിട്ട് കാണും. അല്ലെങ്കിൽ നമ്മൾ പിടിച്ച് നിൽക്കുന്നത് തമ്പുരാനും അറിയാം. വീട് വെച്ചിട്ട് മാറാണെങ്കിൽ നമ്മൾ കിടക്കുന്നത് തമ്പുരാനും അറിയാം. അതുകൊണ്ട്
ഫീൽഡ് മാറുന്ന ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കും ഇങ്ങനെ ആയെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ ചെറിയൊരു ഹോം ടൂർ ഒക്കെ നമ്മൾ കാണിക്കുന്നതാണ്. പിന്നെ ഇവിടെ വേറെ ഇത് കണ്ട പണിയെല്ലാം തീർന്നു. അതെ, പണിയൊക്കെ തീർന്നു. ഇവര് പോകാനുള്ള പരിപാടിയൊക്കെ ഞങ്ങള് കഴിഞ്ഞ ശനിയാഴ്ച വന്നതാ. എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം കൊണ്ടുവന്നു ഇങ്ങോട്ട്. എല്ലാവരും ഒരുമാതിരി സെറ്റ് ചെയ്ത്. ഇനി രേഷക്കാരുടെ വർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ എഴുതാൻ വർക്കൊണ്ട് എന്റെ പണിയൊന്നും ചെയ്ത് വിഷമിക്കണല്ലോ. എല്ലാവർക്കും ഒത്തിരി സങ്കടമുണ്ട്. ദൈവമേ 1-ാം തീയതി സൂര്യന് കൊണ്ട് ആക്കി തന്നു കേട്ടോ. സൂര്യൻ എന്നെ അവനാണ് എന്നോട് ആക്കി തന്നു. ഇവര് നേരത്തേക്ക് പോകുന്നത് വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിരുന്നു. അമ്മക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ് ഇവിടെ എടുത്ത് പൊന്നുപോലെ കൊണ്ട് നടന്നതല്ല. ചിലപ്പോ ഞാൻ എടുക്കണം എന്ന് പറഞ്ഞ വാശിയാണ്. എന്തായാലും സങ്കടം കൊണ്ട് പുള്ളിക്ക്. അങ്ങനെ വലിയ പ്രശ്നമില്ലാതെ വഴിക്കാതെ പോകും. അല്ലേ ഉണ്ടുപ്പാ ഉണ്ടേ സൂപ്പർ ഡാൻസ് കളിച്ചേ ഇല്ല, ഭയങ്കര പിണക്കത്തിലാണ്. അപ്പൊ നമ്മുടെ ഹോം ടൂർ ഇത്രയൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ സൂര്യനോടെ കൊണ്ട് ആക്കിട്ടൊക്കെ പോയി. എല്ലാവരും സെറ്റ് ചെയ്ത് പിന്നെ ഒത്തിരി നടക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ ഇതെല്ലാം കാണിക്കണം. ഒത്തിരി ആഗ്രഹമുണ്ട്. ഞാൻ ഇങ്ങനെ നിന്നോട് ചിരിച്ചോണ്ട് സന്തോഷിച്ച് ഒരു വീഡിയോ എടുത്ത് എത്താൻ നാളായി. അപ്പൊ എന്താ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഈ ഹോം ടൂർ ഇന്നോട് ഞങ്ങൾക്ക് അവസാനിപ്പിക്കുകയാണ്. ഞാൻ കാണാത്ത കേൾക്കാത്ത ഒരു ഏരിയയിലാണ്. ചെറിയ വീടാണ്. പുറത്തൊക്കെ നമ്മൾ അറിയാൻ കാണിക്കാം. ചെറിയ വീടാണ്. എന്നാലും നമുക്ക് ഒത്തിരി സന്തോഷം. നമ്മൾ ഷെഡ് വെച്ചിട്ട് ഭയങ്കര സ്വർഗമാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് എല്ലാം സെറ്റായി വരുന്നു. ഒത്തിരി ആൾക്കാർ പ്രാർത്ഥന. എനിക്ക് മുന്നേ എന്തോരം ആൾക്കാരാ ഉണ്ടാ അപ്പൊ ഒത്തിരി ആൾക്കാര് ഞാൻ വീണ് കിടന്നപ്പോൾ എനിക്ക് ഒത്തിരി ആൾക്കാരെന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വേറെ ഞാൻ വീണ് കിടന്ന സമയത്ത് ഒരു ദിവസം എന്നെ വിളിക്കാത്ത കോള് എനിക്കറിയില്ല. എനിക്ക് പറഞ്ഞ് ഞാൻ മടുക്കുന്ന രീതിയിലുള്ള കോളായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്. പിന്നെ അതിൽ കൂടുതൽ എനിക്ക് സന്തോഷം വെച്ചാൽ എന്റെ ഇതുകൊണ്ടൊന്നും അല്ല ഞാൻ എഴുന്നേറ്റ് പോകുന്നതിനുള്ള ഒത്തിരി വിശ്വാസമുണ്ട്. ജനങ്ങൾ ഒരു ദിവസം എന്നെ വിളിച്ചൊരു 20, 30, 40 പേര് വിളിച്ചിട്ട് നാളും പേരും ചോദിക്കുകയും വഴിപാട് കഴിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ എത്രയോ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ഞാൻ ചെല്ലണം എന്നറിയാം. കാരണം അവരെല്ലാം നേർന്നിട്ട് അവരെ കൊണ്ട് എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർ പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും. ഓരോ അമ്മമാരെന്നെ വിളിച്ച് കരച്ചിൽ കൈ കണക്ക്. അങ്ങനെ ഒത്തിരി എന്നെ ജനങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയാണ് ഞാൻ ഇന്നെങ്കിലും എഴുതി നിൽക്കുന്നത്. അതൊക്കെ എല്ലാവരോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഒത്തിരി നന്ദി എന്ന് പറഞ്ഞാൽ ഒത്തിരി നന്ദി. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തത്ര നന്ദിയുണ്ട്. പിന്നെ ദേശക്കാരോടും എൻ്റെ കൂടപ്പുറപ്പുകളോടും എല്ലാവരോടും അതേ ഉള്ളൂ എനിക്ക് ഇരിക്കുന്നത്. എന്താണെങ്കിലും ദിവസകാശം ഇത്രയൊക്കെ വന്നു. ഇനി നമ്മൾക്ക് ഇനി ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ദൈവമാക്കാൻ ഇനി എല്ലാം നടക്കും. എന്തായാലും ദൈവത്തിനൊരു പദ്ധതി ആയിരിക്കും ഞാൻ വീണ് പോയതും ഇവിടെ ഒരു വാടക വീട്ടിൽ വന്ന് വാടകയ്ക്ക് താമസിക്കാൻ പറ്റും ദൈവത്തിന്റെ പദ്ധതിയായിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ ഞാൻ പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ച് വരും, മോളെ കമ്പത്ത് പോകുന്നത് എങ്ങനെയാണ്, ആ രക്ഷപ്പെടുകയാണോ സെറ്റാകുമോ, നിങ്ങൾ 100% പോവുക. കാരണം നടുവേദന വന്ന് ആരും എന്നെപ്പോലെ കിടന്നു പോകല്ലേ. ആ വേദന ഞാൻ ഏറ്റവും കൂടുതൽ അറിഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് ആരും വല്ലാത്ത രീതിയിൽ ഇംഗ്ലീഷ് മരുന്ന് കമ്പി ഇടാനോ ഓപ്പറേഷൻ ചെയ്യാനോ ഒന്നും പോകരുത്. ഈശ്വരവര്യൻ എന്നാണ് പുള്ളിയുടെ പേര്. എൻ്റെ യൂട്യൂബിൽ വീഡിയോ ഇട്ടതിൽ ഞാൻ പോയ എഴുന്നേക്കുന്ന വീഡിയോ ഇട്ടതിൽ ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ. കുമ്മളി കഴിഞ്ഞ് ഇറങ്ങി ഞാൻ ചെല്ലുമ്പോഴത്തേക്കും കമ്പം പോലീസ് സ്റ്റേഷൻ്റെ കുറച്ച് 10 മീറ്ററോ ഇതൊക്കെ വരുള്ളൂ. ഉസ്രാമ്പട്ടി എന്നാണ് ഈശ്വര വൈദ്യര്. അവരെ തന്നെ പോയി കാണും. കാരണം ഈ ചുരുളിയപ്പൻ എന്ന് പറയുന്ന ആളാണ് ശരിക്കും വൈദ്യൻ. അപ്പൊ ആ മനുഷ്യൻ മരിച്ചതിന് ശേഷം ആ മെയിൻ ശിഷ്യനായിട്ടിരുന്ന ആളാണ് ഈശ്വര വൈദ്യര്. അപ്പൊ ആ ഈശ്വര വൈദ്യരെയാണ് എല്ലാവരും പോയി കാണാൻ പറ്റിക്കപ്പെട്ടത്. ഞാൻ പിന്നെ പറയുകയാണ്, ഒത്തിരി ജനങ്ങൾ എന്നെ വിളിക്കുന്നുണ്ട്. എനിക്ക് അതിലൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനും ഇപ്പൊ എന്റെ വീഡിയോ കണ്ട് ഒത്തിരി ആൾക്കാർ അവിടെ ചെന്നതായിട്ടുള്ളതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അവിടെ തന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ എല്ലാവരും പോയി ഓപ്പറേഷൻ ചെയ്യാതെയും കടന്നു പോകാതെ എല്ലാവരും രക്ഷപ്പെടണേ. കാരണം ഇത്ര തളർന്നു പോയി ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ആ വൈദ്യുതി ഒറ്റ കഴിവാണ്. അപ്പൊ ഞാൻ പിന്നെ പറയുന്നത് പ്രമോഷൻ ഒന്നും അല്ല, ഇത് ഞാൻ കടന്നു പോയതാണ്. അവിടെ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചെടുത്തേക്കുന്നതാണ്. എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതെന്ന് ഞാൻ പറഞ്ഞതാണ്. അത് ഓരോരുത്തർ തെറ്റിദ്ധാരണയായിട്ടാണ് തോന്നുന്നു. അപ്പൊ നിങ്ങൾ പാടില്ലാത്ത ആരും ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് വിഷമിച്ച് പോകരുത്. അവിടെ ചെന്ന് ചെല്ലുക, സെറ്റായി മാറും. ഇപ്പൊ ഇത്രയൊക്കെ ഉള്ള എൻ്റെ വീഡിയോ എന്ന് ഞാൻ പറയുന്നത്. ഇനി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. താങ്ക് യു.